Jain's Kitchenലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ചിക്കൻ ദം ബിരിയാണി. ആദ്യമായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1.5 സ്പൂൺ കുരുമുളക് പൊടി, അതോടൊപ്പം 1.5 സ്പൂൺ തൈര്, 1/2 മുറി നാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു മുട്ട ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് ഏകദേശം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ ചിക്കൻ ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ചതച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഒരു 10-23 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം, അതുപോലെ തന്നെ 3-4 പച്ചമുളക്, അധികം എരിയില്ലാതാണെങ്കിൽ വളരെ നല്ലത്. അതുപോലെ തന്നെ ഒരു 6-7 വെളുത്തുള്ളി കഷ്ണങ്ങൾ. നമുക്ക് ഇത് ഒന്ന് ചതച്ചെടുക്കാം. ഇതാണ് നമ്മളുടെ മസാലയ്ക്ക് വേണ്ട ഒരു ബേസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിതിനെ ചതച്ചെടുക്കാം. നമ്മളുടെ ബേസ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചതച്ചെടുത്തിരിക്കുന്നു. തീ കത്തിച്ച ശേഷം നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്തോട് വെക്കാം. പാത്രം ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് നമ്മളുടെ കയ്യിലുള്ള കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും നമുക്ക് ഇതിലൂടെ വറുത്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് സവാള ഇങ്ങനെ വളരെ ചപ്പാത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നു. അതിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. വീണ്ടും നമ്മളുടെ ഇവിടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് നല്ല ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ബേസ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വളരെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇതിനകത്തെ ആ ചെറിയുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ പച്ചപ്പ് മണമൊക്കെ മാറിയതിന് ശേഷം ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇതിനെയും ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഏകദേശം വഴണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, അതുപോലെ തന്നെ ഒരു കുക്കുംബറും ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനെയും വളരെ നന്നായ രീതിയിൽ ഇതിനകത്തോട്ട് മെൽറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കിതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. വഴറ്റി വേവിച്ച് എടുക്കാം. ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന ബിരിയാണി മസാലയ്ക്കകത്ത് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാത്തത്. ഞാൻ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന 2 ബിരിയാണി മസാലകളാണ്. ഒന്ന് ഷാൻ്റെ ബിരിയാണി മസാല, അതല്ലെങ്കിൽ മെഹ്റാൻ്റെ ബിരിയാണി മസാല. ബോംബെ ബിരിയാണിയാണ് ഏറ്റവും കൂടുതലായിട്ട് മസാല ഞാൻ ചേർക്കാറ്. വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി മസാലയ്ക്ക് പകരമായിട്ട് ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന ബിരിയാണി മസാല ചേർക്കാൻ കാരണം അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ്. ഇടയ്ക്കിടെ നമുക്ക് ഇത് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ വേവ് മനസ്സിലാവുകയും ചെയ്യും. മാത്രമല്ല അടിയിലൊന്നും കരിഞ്ഞു പിടിക്കാതെ വളരെ നല്ല രീതിയിൽ വരികയും ചെയ്യും. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ ചോറ് വേവിക്കാനുള്ള വെള്ളവും നമുക്ക് ഈ ഒരു അവസരത്തിൽ തന്നെ വെക്കാം. ചോറിൻ്റെ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പട്ടയുടെ ഇല, ഗ്രാമ്പു, കുറച്ച് ചെറുജീരകം, ഒരു 5-6 കുരുമുളക് അതുകൂടെ ചേർത്ത് കൊടുക്കാം.
ഞാൻ ഏകദേശം 20 മിനിറ്റുകൾക്ക് മുമ്പ് നമ്മളുടെ ബസുമതി റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഊറ്റി വെച്ചിരിക്കുകയാണ്. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ആ അരി നമുക്ക് ഇതിലിട്ട് തിളപ്പിച്ച് ഏകദേശം 70% വേവാകുമ്പോൾ വെള്ളം ഊറ്റിയെടുക്കാവുന്നതാണ്. നമുക്ക് നമ്മളുടെ മസാല ഒന്ന് തുറന്നു നോക്കാം. മസാല ഏകദേശം നന്നായി വെന്ത് നല്ല രീതിയിലായിരിക്കുകയാണ്. നമുക്ക് ഇനി മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള മെഹ്റാൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ബോംബെ ബിരിയാണി. ഇതിനകത്ത് തന്നെ എല്ലാ സാധനവും ഉണ്ട്. ഗ്രാമ്പൂ, കുരുമുളക്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, ബിരിയാണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു മസാലക്കൂട്ടത്തിന് അടങ്ങിയിരിക്കുന്നു. ഞാൻ ഉപയോഗിച്ച് നോക്കിയതിൽ 2 ബെസ്റ്റ് ബ്രാൻഡാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഒന്ന് മെഹ്റാന്, ഒന്ന് ഷാന്. മസാല വളരെ തീ കുറച്ച് വേണം അതിനെ മൂപ്പിച്ചെടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. വളരെ നല്ല രീതിയിൽ അതിനെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് 2 സ്പൂണ് തൈര് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മുമ്പേൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഒനിയൻ അതിനകത്ത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളുടെ കാഷ്നട്ട് അതും നമുക്ക് ഇതിനകത്ത് കുറച്ചിങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിനാവശ്യമായിട്ട് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ പുതിനയില ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് അതിൻ്റെതായ പാകത്തിന് ചേർത്ത് വളരെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മിശ്രിതം ഇവിടെ തയ്യാറാവും. ആ തയ്യാറായിരിക്കുന്ന മിശ്രിതത്തിലേക്കാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ചിക്കൻ അതിനകത്തോട്ട് ചേർക്കാൻ പോവുകയാണ്. നമ്മളുടെ ചിക്കൻ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് വളരെ ചൂടായിട്ട് തന്നെ ഏറ്റവും കുറഞ്ഞ തീയിൽ അത് അവിടെ ഇരിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മളുടെ വെള്ളം തിളച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, വെള്ളം വളരെ നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തോട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഏകദേശം 1 കിലോ അരിയാണിത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 75% വേവാകുമ്പോൾ നമുക്കത് വെള്ളം ഊറ്റി അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ചോറിലേക്ക് നമുക്ക് ഒരു കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരി ഏകദേശം 65% 70%-ഓളം വേവായിരിക്കുന്നു. നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ വെള്ളം ഊറ്റിക്കളയാൻ പോവുകയാണ്. ചിക്കൻ മസാല ഉണ്ടായിരുന്ന പാത്രം തന്നെയാണിത്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചേർത്തിട്ടുണ്ട്. ചിക്കന് നമ്മുടെ ബിരിയാണി ദം ആക്കാൻ പോവുകയാണ്. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ നെയ്യ് അടിയിൽ ഒന്ന് ഞാൻ ചെറുതായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മിക്സ് നമ്മൾ പാത്രത്തിന്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില, പുതിനയില കുറച്ച് അതിനകത്ത് വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ഏകദേശം 75%-ഓളമായിരിക്കുന്ന ചോറ് നമുക്ക് നിരത്തി കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് മഞ്ഞ കളർ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കളറാണ് അത്. നമ്മളുടെ കുറച്ച് പാലിൽ ചേർത്തിട്ട് ഇതിനകത്ത് ചേർക്കുകയാണ്. നെയ്യ് കൂടെ ചേർക്കുകയാണ്. അതിന് മുകളിലായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് മല്ലിയില, പുതിനയില നമുക്ക് വിതറാം. അതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഉള്ളി, പിന്നെ നമ്മുടെ കാഷ്നട്ട്, നമ്മളുടെ കിസ്മിസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ദമ്മ് കിട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ അലുമിനിയം ഫോയിലും കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. കാര്യം നിങ്ങളെ കാണിക്കാനുള്ളത് എങ്ങനെയാണ് ദമ്മിടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പഴയ ഒരു ഫ്രൈ പാൻ ഉണ്ട് ഉപയോഗശൂന്യമായത്. അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദമ്മ് ബിരിയാണി ചെയ്യാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അത് എടുത്തു വെക്കുക. അപ്പോൾ പാത്രത്തിന് 2 കനവും അതുപോലെ തന്നെ തീ നേരിട്ട് അതിലേക്ക് കയറില്ല. ഇപ്പോൾ അടിയിൽ കിടന്ന വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്.
അപ്പോൾ അതേ രീതിയിലുള്ള ചൂട് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അടിയിൽ കരിഞ്ഞു പിടിക്കില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ദം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നമുക്ക് നമ്മുടെ ബിരിയാണി തയ്യാറാക്കി എടുക്കാം. ഏകദേശം ഒരു 10 to 15 മിനിറ്റോളം ഇത് ഇങ്ങനെ ഇരുന്ന് ഒരു ലോ ഫ്ലെയിമിൽ ഇരുന്ന് തിളയ്ക്കണം. ഇപ്പോൾ വെള്ളം തിളയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ചൂട് മുഴുവൻ നമ്മുടെ പാത്രത്തിലേക്ക് കയറുകയാണ്. ഫുൾ സീൽഡ് ആയിട്ടുള്ള പാത്രമാണ് മുകളിൽ ഇരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ ദം ബിരിയാണി ഏകദേശം 15 മിനിറ്റോളമായിട്ട് നമ്മുടെ അടുപ്പത്ത് ഇരിക്കുകയായിരുന്നു. ഏകദേശം ഇതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റി മുകളിലേക്ക് ഇപ്പോൾ ആവിയൊക്കെ വരുന്നത് കാണാം. ഇപ്പോൾ പാത്രത്തിന് മുകളിൽ ആവിയൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാം. ഏകദേശം ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തീ ഓഫാക്കാൻ പോവുകയാണ്. ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇത് തുറക്കുക. അപ്പോൾ തുറക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കിക്കാണാം. നമ്മളുടെ ചിക്കൻ ദം ബിരിയാണി നമ്മൾ പ്ലേറ്റുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് നമുക്ക് സലാഡും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള അച്ചാറും എല്ലാം കൂട്ടിയിട്ട് വളരെ നല്ല രീതിയിൽ സ്വാദിഷ്ടമായി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിർമ്മിക്കാൻ കഴിയുന്നതാണ്.